ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു മോർണിംഗ് വ്ളോഗെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. പെട്ടെന്നൊരു ബുദ്ധി തോന്നിയിട്ട് എടുത്താണ് കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു വ്ളോഗ് എടുക്കാനുള്ള മൂഡൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ വ്ളോഗ് എടുക്കാണ്ട് പറ്റത്തുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു വ്ളോഗ് അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ മാത്രമുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയ്ക്കും ഒച്ചത്തിൽ സംസാരിക്കുന്നത്, വേറെ സൗണ്ടൊന്നും ഇല്ലാത്തതും. പിള്ളേരൊക്കെ സ്കൂളിൽ പോയി, ഡോൺ ചേട്ടൻ പോയി, മമ്മിയും ടിമ്പിളും നമ്മുടെ ടീനുവിൻ്റെ അടുത്തേക്കൊന്ന് പോയേക്കാണ് കേട്ടോ. ടീൻസ് വരെ പോയേക്കാണ്. അപ്പോൾ അവർ പിന്നെ ഉച്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഡാഡിക്ക് ആസ് യൂഷ്വൽ ഡാഡിയുടേതായ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ വണ്ടി വിട്ടിട്ട് ഡാഡിയുടെ കാര്യങ്ങളിലേക്ക് ഡാഡി തിരിയുള്ളൂ. അപ്പം ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഓൾറെഡി ഡിമ്പിൾ ലഞ്ച് പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയേക്കുന്നത്. ആ സമയമാകുമ്പോൾ ഒന്ന് എല്ലാം കൂടെ പുറത്തെടുക്കുക എന്നുള്ളൊരു ജോലി മാത്രമേ എനിക്കുള്ളൂ. സോ ഞാൻ വിചാരിച്ചു ഒന്ന് തൂത്ത് തുടയ്ക്കാം. എനിക്ക് കൂടുതലും ആരുമില്ലാത്തപ്പം തുടയ്ക്കുന്നതാണ് ഇഷ്ടം, വേറെ ഒന്നും കൊണ്ടല്ല. ആരും അതിൻ്റെ മുകളിൽ കൂടി ചവിട്ടി പോവില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കൺസേൺ. എനിക്കിഷ്ടമില്ല തുടയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ നടന്നു പോകുക എന്നുള്ളത്. എനിക്ക് ഒട്ടും ആക്സെപ്റ്റബിൾ അല്ലേ. ഇപ്പം ഞാനൊരു തുണിക്കടയിൽ പോയാൽ പോലും അവർ തുടയ്ക്കുകയാണെങ്കിൽ ഞാനൊരു 10 സോറി പറഞ്ഞിട്ടേ വരുള്ളൂ. കാരണം തുടയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ നടന്നു പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് തുടയ്ക്കുന്നവർക്ക് കൃത്യമായിട്ടറിയാം. എന്നെപ്പോലെ ഇതുപോലൊരു അസുഖമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അമ്മയൊക്കെ പറയുന്നത് നിനക്ക് പ്രാന്തായാലും നടന്നു പോകാനായിട്ട് ഓട്ടറെ ചീത്ത വിളിക്കുക. ഞാൻ പറഞ്ഞത് തുടയ്ക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് തുടയ്ക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് നടന്നു പോകുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ഫുട് പ്രിൻറ്റ്സ് അതിൽ വരും. തുടച്ച് കഴിയുമ്പോൾ അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണും. എനിക്കത് എൻ്റെ മാത്രം പൊട്ടബുദ്ധിയാണോ അല്ലെങ്കിൽ അപ്പോൾ പറയും ഒന്നും കൂടെ തുടച്ചാൽ പോരെ. ഒന്നാമത് തുടയ്ക്കുന്നത് തന്നെ സകലം മടി വെച്ചിട്ടാണ് തുടയ്ക്കുന്നത്. അതിൻ്റെ കൂടെ എൻ്റെ ചവിട്ടിക്കൂടെ പോകുമ്പോൾ ഇഷ്ടമാവില്ല. സാധാരണ നമ്മൾ രാത്രിയാണ് തുടയ്ക്കാറ്. എന്നെങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല തിളച്ച വെള്ളത്തിൽ നമ്മൾ തുടയ്ക്കാറാണ് പതിവ്. കാരണം പിള്ളേരുടെ ഭക്ഷണവും അതും ഇതൊക്കെ കഴിയുമ്പോൾ റോബോ അതൊന്നും ചെയ്യില്ല. സോ ഓരോ മുക്കും മൂലയും അടിച്ച് വാരി, ഇപ്പോൾ പ്ലാസ്റ്റിക്കോ പേപ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കയറി അത് സ്റ്റക്കായി. സോ നമ്മൾ അതിനു മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കാരണം സോഫയ്ക്കടിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അറിയില്ല. അപ്പോൾ അതെല്ലാം ആദ്യമേ ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ ഇറക്കി വിടുക. നല്ലപോലെ തുടയ്ക്കും. തിളച്ച വെള്ളത്തിൽ തന്നെ നമ്മളത് ഒരു ലിക്വിഡൊക്കെ ഇട്ട് തുടയ്ക്കും. കാരണം റോബോയിൽ നമ്മൾ ലിക്വിഡ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ചൂടുവെള്ളം യൂസ് ചെയ്യാൻ പറ്റില്ല, നോർമൽ വാട്ടറേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യമേ ഇത് മൊത്തം തുടച്ചെടുക്കുക. ഞാൻ പറഞ്ഞാൽ അവളിവിടുത്തെ കൊച്ചമ്മയാണ്. അവളെ ഇറങ്ങുന്നതിന് മുമ്പ് സദസ്സ് ഒരുക്കുക, എല്ലാം വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ട് അത് ചുമ്മാ ഇരിക്കണ്ടല്ലോ എന്ന പേരിൽ അതിനെ ഇറക്കി വിടുന്നതാണ് സത്യം പറഞ്ഞാൽ. ശരിക്കും നമ്മൾ തിളച്ച വെള്ളത്തിൽ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറക്കി വിടാൻ തോന്നില്ല. അതൊന്നാമത്തെ കാര്യം. ബട്ട് നമ്മൾ കാണാത്ത വളരെ മൈന്യൂട്ടായിട്ടുള്ള പൊടി പോലും അവൾ തൂത്ത് തുടച്ച് എടുത്തുകൊണ്ട് പോകട്ടോ. പക്ഷെ നമ്മൾ റോബോനെ വളരെ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, അതൊക്കെ കഴുകണം. കുപ്പിയും പാട്ട കഴുകാനുണ്ട്. അതിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പോൾ കുപ്പിയും പാട്ടയൊക്കെ കഴുകണം, തുടച്ചെടുക്കണം. ഡാഡി വരുന്നതിന് മുമ്പ് എന്തായാലും തുടച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടിച്ചു വാരി എടുക്കാം, പാത്രം കഴുകാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ വായു നമുക്ക് ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക്, വർത്തമാനം പറഞ്ഞെടുക്കുന്ന ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് പാത്രം കഴുകിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. ഞാൻ ആദ്യമേ കഴുകാനുള്ളത് ചുറ്റോട് ചുറ്റും നോക്കിയിട്ട് വരും, എന്തൊക്കെ എവിടെയൊക്കെ കിടക്കുന്നുണ്ടെന്നുള്ളത് നോക്കിയിട്ട് വന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ചാക്കിയിട്ടേ പാത്രം കഴുകുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരു പാത്രം ഒരു മുക്കിൽ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. എനിക്കതുകൊണ്ട് അത് ഇഷ്ടമില്ല. അപ്പോൾ ആദ്യമേ ഞാൻ എല്ലാം കൊണ്ടുവന്ന് ഇവിടെ വെക്കും കേട്ടോ. അപ്പം നമുക്ക് പാത്രം കഴുകി തുടങ്ങാം. പാത്രം കഴുകി കഴിക്കാൻ തന്നെ മനുഷ്യന് കുറേ ആശ്വാസം കിട്ടും. എന്താണ് നിങ്ങളുടെയൊക്കെ പരിപാടി? പിള്ളേർ സ്കൂളിൽ പോയതിന് ശേഷം ജോലിക്കാർക്ക് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വീട്ടിലെ കഴിയുക, വേറെ ജോലിക്ക് പോകാം അല്ലേ. പക്ഷെ നിങ്ങൾക്ക് എന്താ പറയുക, കുറേ ആൾക്കാരെ കാണാം. പിന്നെ എല്ലാ ജോലിക്കും അതിൻ്റെതായ പ്രഷറുണ്ട് കേട്ടോ. ഇല്ല നല്ല സുഖമെന്നല്ല പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ട് കാണും. പക്ഷെ ഒരു ചേഞ്ച് അത്രേ ഉള്ളൂ. ഈ പ്രാവശ്യം വാങ്ങിച്ച സോപ്പ് എന്താണെന്നറിയില്ല, അങ്ങോട്ട് പതയണില്ല. അതുകൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എനിക്ക് നല്ലപോലെ പതയണം. എനിക്ക് കൂടുതലും ലിക്വിഡ് യൂസ് ചെയ്യാനാണ് കേട്ടോ. അതുകൊണ്ട് ഇഷ്ടം എനിക്ക് ലിക്വിഡാണ്. പക്ഷേ ഇപ്പം നമ്മൾ കൂടുതലും സോപ്പാണ് വാങ്ങിക്കുന്നത്. എനിക്ക് സോപ്പ് കൈക്ക് ഈ പറഞ്ഞ പോലെ ലിക്വിഡാണ് കുറച്ചും കൂടെ കൈ സോഫ്റ്റ് ആക്കുന്നത്. സോപ്പ് വരുമ്പോൾ എന്താണെന്നറിയാം, കൈ ഹാർഡ് ആവണ പോലെ ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം. നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിൽ കയറി കൂടിയാൽ പിന്നെ അതുകൊണ്ടാണ് എന്നുള്ളൊരു തോന്നൽ വരില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പാത്രങ്ങൾ ആദ്യം കഴുകി ഒതുക്കിയിടാം. അപ്പോൾ തന്നെ സിങ്ക് ഒതുക്കും. പിന്നെ പറഞ്ഞ പോലെ കുപ്പികൾ കഴുകാനുണ്ട്. ചാക്കോച്ചൻ്റെ പാലും കുപ്പികൾ കഴുകാനുണ്ട്, അത് കഴുകി വെക്കണം.
എന്നിട്ട് തല തുടയ്ക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കണം. ഒരു വലിയൊരു പാത്രത്തിൽ ഞാൻ തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ തൂക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഇത് വെള്ളം വെച്ചിട്ട് പോകും. അപ്പോൾ തൂത്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും അത് സെറ്റായിട്ട് വരും, നല്ല തിളച്ച്. അതായത് പിഴിയാൻ നമ്മൾ ഒരു സഹിക്കാവുന്ന ചൂടിൽ എത്തിക്കൂട്ടോ, അല്ലെങ്കിൽ പിഴിയാൻ പറ്റില്ല, ഒന്നുകൂടെ വാട്ടറേ ആവും. ഇത് ഉണങ്ങാൻ ഭയങ്കരമായിട്ട് സമയമെടുക്കും. 1 മണിക്കൂറെങ്കിലും ചുമ്മാ ഇരിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നടക്കുമോയെന്ന് അറിയില്ല. പറയില്ല, വേറെ പണികളൊന്നുമില്ല. ചോറ് ഇരിക്കുന്നുണ്ട്, ഒന്ന് തിളപ്പിച്ച് ഊറ്റിയാൽ മതി. കാരണം ഇന്നലെ ഡോൺ ചേട്ടൻ ഉച്ചയ്ക്കും ഇല്ലായിരുന്നു, രാത്രിയും ഇല്ലായിരുന്നു. അതുകൊണ്ട് ചോറ് ബാക്കിയുണ്ട്. ഞാനും ഡാഡിയും ഡോൺ ചേട്ടനും പിള്ളേരും അല്ലേ ഉള്ളൂ. ഇനി മോസ്റ്റ്ലി ചോറ് കഴിക്കാൻ വഴിയില്ല. ഞാൻ ദോശമാവ് ഇരിക്കുന്നത് ഒരിടത്ത് ദോശ ഉണ്ടാകും. കുറേ ദിവസമായി ദോശ കഴിച്ചിട്ട്. ദോശ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ വേറെ ചോറ് വെക്കണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്കും ഉള്ളതുകൊണ്ട്, അതായത് ഇവർ വന്നോണ്ടേ ഒരു ചെറിയൊരു ലഘുഭക്ഷണമുണ്ട്. ലഘുഭക്ഷണമല്ല, ശരിക്കും ഭക്ഷണം കഴിക്കും. അപ്പോൾ അതിനുള്ള ചോറ് ഉണ്ട്, വേറെ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അമ്മ കുമ്മളിക്ക് പോകുമെന്ന് പറഞ്ഞിട്ട്, കുമ്മളി മോളിയാണ്ടി ഇങ്ങനെ ഒരു അമ്മയുടെ 2ാമത്തെ ആങ്ങളുടെ ഭാര്യ ഇങ്ങനെ ഒന്ന് വെയിറ്റ് ഇട്ടിട്ട് കിടക്കുകയാണ് കേട്ടോ. നടുവിന് എന്തോ പറഞ്ഞാലും മറന്നുപോയി. അപ്പോൾ ആൻറ്റിയുടെ അടുത്ത് പോയി നിന്നിട്ട് വരാം. ആക്ച്വലി അമ്മ പോയപ്പോഴാണ് ഞാൻ അമ്മേനെ വിളിച്ച് വരുത്തിയത്. ഞങ്ങൾ അപ്പോഴാണ് പോയത്. ഒരു ഗ്യാപ്പ് കിട്ടുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പോയതുകൊണ്ട് അമ്മ വേഗം തിരിച്ചു വന്നു. അമ്മ പറഞ്ഞു ഞാൻ ഒന്നും കൂടെ പോയിട്ട് വരാം എന്നോ. ശരി. അമ്മ പ്രസവിച്ചിരുന്നപ്പോൾ, ഞാൻ എന്നെ പ്രസവിച്ച് കിടന്നപ്പോൾ ടേക്ക് കെയർ ചെയ്തിട്ടുള്ളത് മോളിയാൻ്റിയാണ് കേട്ടോ. കാരണം അമ്മയുടെ കല്യാണത്തിന് മുമ്പേ മമ്മി മരിച്ചിട്ടുണ്ട്. അപ്പോൾ മമ്മിയും മോളിയാൻ്റിയും ഡാഡിയും കൂടിയാണ് അമ്മേനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് പ്രത്യേകിച്ച് നമുക്ക് അമ്മ വീട്ടുകാരോടൊരു ഇതുണ്ടാവുമല്ലോ. അമ്മയ്ക്ക് പിന്നെ അമ്മ വീട്ടുകാരെന്നല്ല, ഏത് വീട്ടുകാരാണേലും അമ്മയ്ക്കത് ഭയങ്കര ഹോസ്പിറ്റൽ കേസ് അഥവാ വയ്യാതെ കിടക്കുക എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ വരണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നമ്മുടെ ഇവിടെയും അച്ഛൻ്റെ സിസ്റ്ററും അതുപോലെ മൂത്ത ചേട്ടൻ്റെ ഭാര്യയൊക്കെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഇവർ ചേട്ടത്തിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ അച്ഛൻ്റെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ഭയങ്കര സെറ്റാണ് എല്ലാവരും. പെണ്ണുങ്ങൾ വന്നു കയറിയവരാണെങ്കിലും ഇവർ ഭയങ്കര സെറ്റാണ്. അപ്പം മാറി മാറി നിൽക്കുകയായിരുന്നു. ലൈസമ്മ ആൻറ്റി, അമ്മ, ശാന്തി ആൻറ്റി, അങ്ങനെയൊക്കെ മാറി മാറി നിൽക്കും. കാരണം എല്ലാവരുടെയും മക്കൾ ജോലിക്കാരാണ്. അപ്പോൾ ചിലർ നാട്ടിലുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് നോക്കാം. പക്ഷേ എല്ലാവരുടെ വീട്ടിലും 2 ആൺപിള്ളേരാണ് കേട്ടോ. ഞാനും ചിന്നക്കുട്ടിയും മാത്രമേ ഉള്ളൂ പെൺപിള്ളേരായിട്ട്. പിന്നെ ലീലാമാരി കിടന്നപ്പോഴും ചേച്ചിക്ക് അവരുടെ മകൾക്കും ജോലിക്ക് പോകണമായിരുന്നു. ഇവർ ചേട്ടത്തിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കലായിരുന്നു ജോലി. അതൊക്കെ ഒരു കണക്കിന് നല്ലതാണ് അല്ലേ. നമ്മളൊരു സഹകരണം ഉണ്ടെങ്കിലല്ലേ, അല്ലാതെ പരിപാടികൾക്ക് മാത്രം പോവുക, അവരുടെ നല്ല സമയത്ത് മാത്രം പോയിട്ട് കാര്യമില്ലല്ലോ. ഇത് ഞാൻ പറയും, ഒന്നും മാറിയൊന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ അവരോട് അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്യാം, അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ച് ഒന്നുമേ ചെയ്യാൻ പാടില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് നമുക്ക് കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ മനസാക്ഷിക്ക് ചേർന്ന കാര്യങ്ങൾ ചെയ്യും, അത്രയേ ഉള്ളൂ. എൻ്റെ പോളിസി ഇപ്പം അങ്ങനെയാണ്. ആരെടുത്തൊന്നും ഓവറായിട്ട് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ അവരെ വാരിക്കോരി സ്നേഹിച്ചിട്ട് അതിൻ്റെ 10 പൈസയുടെ ഗുണമില്ലെങ്കിലുണ്ടല്ലോ, നമുക്ക് അവരെ കാണുമ്പോഴോ അവരുടെ കാര്യം കേൾക്കുമ്പോഴോ നമുക്ക് ദേഷ്യം വരും. എനിക്കങ്ങനെയാണ്. ഇപ്പോൾ പണ്ട് എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനെയാണ്. നമ്മൾ ഈ കണ്ണയെ പൊന്നയെന്ന് പറഞ്ഞ് കൊണ്ട് നടക്കും. അവർക്ക് എന്താ പറയുക, അങ്ങനെ ഒരു ഫീലിങ്സേ ഉണ്ടാവില്ല. അവരുടെ ആവശ്യം കഴിയുമ്പോൾ അവർ കുടുംബത്തിൽ പോകും. പാർട്ട് ഓഫ് ലൈഫ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചില കാര്യങ്ങൾ നമുക്ക് വല്ലാണ്ട് ഫീലാവും. അപ്പോൾ പാത്രം കഴുകില്ല കഴിഞ്ഞു. നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ വേഗം കഴിഞ്ഞു. ഇനി ഇത് വേഗം എടുത്തു വെക്കാം. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ കഴുകി അപ്പം തന്നെ നമ്മൾ കയറ്റി കൂട്ടാം. വെക്കുന്നത് അങ്ങനെ ശീലയില്ല നമുക്ക്. അപ്പോൾ എല്ലാം കയറ്റി കണ്ടോ, 2 ബാക്കിയായിരുന്നു.
എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനിയിപ്പം പ്രത്യേകിച്ച് നമുക്ക് പരിപാടികളൊന്നും തന്നെ ഇല്ല. ഇനിയിപ്പം നോയമ്പായി. ഇനി വരുന്ന ഏതെങ്കിലും ഒരാഴ്ച എനിക്ക് ടീനുവിൻ്റെ അടുത്തൊന്ന് പോകണം. ടീനുവിൻ്റെ അടുത്ത് പോയാൽ ഒരു ദിവസം ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് വരാം. ടീനുവിൻ്റെ അവിടെ കുറേ പുതിയ സംഭവങ്ങൾ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. ടിനുവും ചോദിക്കും എപ്പോഴാണ് വരുന്നത് വേനെ, എപ്പോഴാണ് വരുന്നത്. പിന്നെ ടിനുവിനൊരു കൊച്ചിൻ്റെ പ്രായമുള്ള കുട്ടികളുണ്ട്. ടിനുവിൻ്റെ അവസ്ഥ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് വലിയ നിൽക്കില്ല കേട്ടോ. എനിക്ക് ടിനുവിനെ എൻ്റെ ഒരു വൈബിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര ജോളി ടൈപ്പാണ്. പിന്നെ ഇപ്പോഴത്തെ സ്റ്റാഫുകളും ഭയങ്കര വർത്തമാനം പറയണ കൂട്ടത്തിൽ ഭയങ്കര ഒരു ഹാപ്പി ഫേസ് ഉള്ളവരാണ്. അപ്പം നമുക്ക് ഇഷ്ടമാവും പോവാനായിട്ട്. നമുക്കിനി കുപ്പിയും പാട്ടയും കൂടെ കഴുകി വെച്ചാൽ ഇവിടുത്തെ പരിപാടി കഴിയും. എന്നിട്ട് നമുക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. നമ്മൾ ബീഫ് സ്റ്റൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബ്രെഡായിട്ട് കഴിക്കാൻ. അത് നമുക്ക് അവസാനം കഴിക്കാം. എല്ലാ തൂത്ത് തുടച്ചിട്ട് കഴിക്കും, ഇല്ലെങ്കിൽ എനിക്ക് വീണ്ടും വിശക്കും. അടിച്ചു വാരി തുടച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും വിശക്കും. അപ്പോൾ ഇന്നലെ ഒരാൾ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിരിക്കുന്നതാണ്, നോട്ടിഫിക്കേഷനാണ് കേട്ടോ കണ്ടത്. അതായത് നിങ്ങൾക്ക് ഗ്യാസ് എത്ര നാൾ നിൽക്കും, എന്താണ് പെട്ടെന്ന് അങ്ങനെ ഒരു ടോക്ക് വന്നതെന്ന് എനിക്കറിയില്ല. നമുക്കൊരു 1.5-2 മാസം നിൽക്കും. നമ്മൾ ഇൻഡക്ഷനും യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യമൊന്നും ഞാൻ വന്ന സമയത്ത് വെച്ചാൽ ഒരു 4-5 മാസം ഉണ്ടായിരുന്നു. കാരണം അന്നൊട്ടും സ്റ്റൗ യൂസ് ചെയ്യത്തില്ല. ഞാൻ വന്നതിന് ശേഷമാണ് പിന്നെയും മറിയാമയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ചായ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട്. അല്ലാണ്ട് ഇവിടെ ഇവർക്ക് പൊതുവേ ഡിമ്പിളിനും മമ്മിക്കും പേടിയാണ് ഗ്യാസ് യൂസ് ചെയ്യാനായിട്ട്, സ്റ്റൗ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് 6 മാസമൊക്കെ നിൽക്കുമായിരുന്നു. ഇപ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നു ബാക്ക് ടു ബാക്ക് നമ്മൾ കുറ്റി എടുത്തുകൊണ്ടിരിക്കുന്നത്. 2 മാസം മുമ്പ് നമ്മൾ കുറ്റി എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ വാങ്ങിച്ച കുക്കറൊക്കെ ഇൻഡക്ഷൻ ബേസ് അല്ല, അപ്പോൾ നമുക്കിത് തന്നെ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പം 2 മാസം 2.5 മാസം അതിൻ്റെ മുകളിൽ പോവാറില്ല. അതിന് മുമ്പ് തീർന്നാലേ ഉള്ളൂ. കാരണം ഇപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ പെരുന്നാൾ കുക്കിങ്ങും കാണിച്ചില്ല. അപ്പം എല്ലാ സ്റ്റൗവും വർക്കിംഗ് ആയിട്ടാണ് തോന്നുന്നു ഞാൻ കാണിച്ചതെന്ന് തോന്നുന്നു. അതായിരിക്കണം മേ ബി. ഞാനും വിചാരിച്ചു പെട്ടെന്ന് ഇതുവരെ ആരും ചോദിക്കാത്തൊരു ചോദ്യമാണല്ലോ മാതാവെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ഇതിന്ന് ആലോചിച്ചു. കുറേ പേരായിട്ട് പറയണം ഞാനും ഡിമ്പിളും Q&A ചെയ്യുക, അല്ലെങ്കിൽ മമ്മിയായിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് തുടങ്ങിയ സമയത്താണ് കേട്ടോ. ഡിമ്പിളുടെ ചാനൽ, അതായത് ഞാൻ പ്രസവിച്ച് എഴുന്നേറ്റ് വന്ന് വെരി നെക്സ്റ്റ് ഡേ ഞാനൊരു Q&A ചെയ്തിട്ടുണ്ട് ഡിമ്പിളുമായിട്ട്. എൻ്റെ ചാനൽ ഞാൻ എങ്ങനെ ഡിമ്പിളുമായിട്ട് Q&A ചെയ്തിട്ടില്ല. നിങ്ങൾ പറയട്ടോ Q&A ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ഞാൻ അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇടാം. അപ്പം നിങ്ങൾ അതിൻ്റെ അടിയിൽ വന്ന് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാനതനുസരിച്ച് ചോദിക്കും. നമുക്ക് അടിച്ചു വരാം. അതിന് മുമ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് പോകാം. സാധാരണ ഞാൻ ഈ പാത്രത്തിലാണ് വെള്ളം തിളപ്പിക്കാൻ പറ്റുക. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ളൊരു പാത്രമാണ്. പക്ഷേ എൻ്റെ കുപ്പി ഇന്ന് അതിനകത്ത് ഇട്ടില്ലെങ്കിൽ ഓക്കെ ആവില്ല. ഇതിനകത്താകുമ്പോൾ തിങ്ങി നിറഞ്ഞു പോകും, മുങ്ങി കിടന്ന് തിളക്കില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കും എൻ്റെ സോപ്പിട്ട് കുപ്പി കഴുകാഞ്ഞെന്ന്. രാത്രി ഞാൻ നല്ലപോലെ സോപ്പിട്ട് കഴുകിയിട്ട് തിളപ്പിക്കും കേട്ടോ. രാവിലെ എനിക്കങ്ങനെ യൂസ് വളരെ കുറവാണ്. രാവിലെ എനിക്ക് വേണ്ട പാലിലേക്ക്. അപ്പം രാത്രി എല്ലാം നല്ലപോലെ കഴുകിയിട്ട് നോക്കും. ആദ്യം ഞാൻ 2-3 നേരമൊക്കെ സോപ്പിട്ട് കഴുകായിരുന്നു. പിന്നെ ഞാനതൊന്ന് നിർത്തി. അപ്പോൾ അതവിടെ കിടന്ന് തിളച്ചോളും. നമുക്ക് പോയിട്ട് അടിച്ചു വരാനുള്ള സാധനങ്ങൾ എടുക്കാം. അപ്പോൾ ഞാൻ തുടച്ച് തുടങ്ങി കേട്ടോ. തൂത്തുവാരിയത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ ഇനി ചൊറിയുന്നവർ പറയുന്നത് ഞാൻ അടിച്ചു വാരി തുടയ്ക്കുന്നതൊക്കെ വീഡിയോ എടുത്ത് മനഃപൂർവ്വം ഇടുക. ചിലരുടെ മനസ്സാണ് കേട്ടോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾ ഫാനിൻ്റെ കാറ്റിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും തന്നെ കേൾക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തുടയ്ക്കട്ടെ കേട്ടോ. നല്ലപോലെ കറയുണ്ട്. പെരുന്നാൾ കറകൾ അങ്ങനെ ഇരിക്കുകയാണ്. കറകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ചൂട് വെള്ളത്തിൽ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം തുടച്ചിട്ട് വരാം. അപ്പോൾ ഒരു 10:30 കേട്ടോ. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഫാനൊക്കെ ഓഫാക്കി എനിക്ക് കുറച്ച് നേരം പിള്ളേർ വരുന്ന വരെ ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. ഇനിയിപ്പം എനിക്കൊരു ഹാമ്പർ പാക്ക് ചെയ്യാനുണ്ട്. ബർത്ത്ഡേ ഹാമ്പറാണ് കേട്ടോ.
മേരിയമ്മച്ചിയുടെ 80th ബർത്ത്ഡേ കാർഡ്സും റിട്ടേൺ ഗിഫ്റ്റ്സും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ പാക്ക് ചെയ്യണം. കാരണം എനിക്കൊരു സാരിയും കൂടെ ആൻറ്റിക്ക് അയക്കാനുണ്ടായിരുന്നു. അമ്മച്ചിക്കല്ല, ആൻറ്റിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പം അത് എനിക്ക് ഇന്നലെ കിട്ടിയതേ ഉള്ളൂ. അപ്പോൾ അതും കാർഡ്സും ഒക്കെ ആയിട്ട് അമ്മാമ്മയ്ക്ക് അയച്ചു കൊടുക്കണം. അമ്മച്ചിയുടെ ബർത്ത്ഡേ ഫെബ്രുവരി 14 തോന്നുന്നു. 80th ബർത്ത്ഡേ ആണ് മേരി അമ്മച്ചിയുടെ. ഞാൻ പാക്ക് ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു അമ്മാമ്മയാണ്. അപ്പോൾ അമ്മാമ്മയുടെ 80th ബർത്ത്ഡേ സെലിബ്രേഷനാണ്. ആ ഒരു കാർഡ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യം എനിക്ക് ഷീജാനിയുടെ ഓർഡറാണ് കിട്ടിയത്. അപ്പം ആൻറ്റിക്ക് എൻ്റെ സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ മേരിയമ്മച്ചിയുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കണം. കാർഡ് ഞാൻ പറഞ്ഞില്ലേ, കാർഡ് കാണിക്കാം കേട്ടോ. ഇത് ഡോൺ ചേട്ടൻ തന്നെ ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മേരിയമ്മച്ചിയുടെ കാർഡ്, മേരി തോമസ് നല്ല. എനിക്ക് അമ്മാമ്മേനെ കണ്ടപ്പോൾ ഞങ്ങളുടെ ക്ലാരമ്മച്ചീനെയാണ് കേട്ടോ ഓർമ്മ വന്നത്. അമ്മച്ചിയുടെ ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കും, മണിമുറിക്കാരോട് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കും. അപ്പോൾ അമ്മാമ്മയുടെ ഈ കാർഡ് നമ്മളിങ്ങനെ എന്താ പറയുക പ്രിൻ്റ് ചെയ്ത് ലാമിനേറ്റ് ചെയ്തൊരു ഗ്ലോ കാണുന്നുണ്ട്, ലാമിനേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഐറ്റം കേട്ടോ. ഇതൊരു 6x4 സൈസിൽ വരുന്ന ഒരു കാർഡാണ്. ഭയങ്കര ഭംഗിയിൽ വന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളുടെ ഫസ്റ്റ് കിട്ടിയ ഓർഡറാണ് കേട്ടോ. നമ്മൾ ഈ സാരി വരാൻ കുറച്ച് ലേറ്റ് ആയതിൻ്റെ പേരിൽ നമ്മുടെ കയ്യിൽ ഇരുന്ന് പോയതാണ്. അപ്പോൾ ഇത് നമുക്കിവിടെ ഈ പേപ്പറിൽ തന്നെ വെക്കാം. അവിടെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചോളാമെന്നാണ് പറഞ്ഞത്. സ്റ്റേജിൽ അമ്മച്ചിക്ക് എടുത്തു കൊടുക്കാൻ പാകത്തിന് റെഡിയാക്കിക്കോളാം എന്നാണ് ആൻറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കൺസേൺ ആയിരുന്നു, നമ്മൾ ചിലപ്പോൾ ഇതിൽ സ്റ്റാപ്ലർ അടിച്ചാൽ അത് വലിച്ചെടുക്കുമ്പോൾ അത് കീറിപ്പോവില്ല. എനിക്കെന്തോ അത് ഭയങ്കര, നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ട് മേ ബി നമ്മൾ ചെയ്തുകൊണ്ടാവാം അങ്ങനെ. അപ്പോൾ അതേ മേരിയമ്മച്ചിക്കുള്ളൊരു കൊന്ത ഇവിടെ എവിടെയോ ഞാൻ വെച്ചിട്ടുണ്ട്. മീൻസ് ഒരെണ്ണം പുറത്തിരിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ മേരിയമ്മച്ചിക്ക് വേണ്ടി 10 മണിക്കൊന്ത വാങ്ങിച്ചേക്കുന്നത്. 10 മണിയിൽ 11 മണിക്കൊന്ത. നല്ല പേളിൻ്റെ നല്ല ഫിനിഷിങ് ഉള്ളൊരു കൊന്തയാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമുക്കൊന്ന് പാക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ആവശ്യങ്ങളുണ്ടെങ്കിൽ പറയണം, നമ്മളത് ഭംഗിയിൽ ചെയ്ത് തരും കേട്ടോ. അപ്പം മിനിമം കാർഡ്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 30 കേട്ടോ നമുക്ക്. അങ്ങനെ ഏത് ഒക്കേഷനും, ആദ്യ കുർബാന, കല്യാണം, മാമോദീസ, ബർത്ത്ഡേ, എങ്ങനെയായാലും ഇപ്പം 41 വെച്ച് നേരത്തെ പറയണം കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു പുതിയൊരു മാല വന്നിട്ടുണ്ട് കേട്ടോ. കേട്ടോ ഭംഗിയില്ലേ കാണാനായിട്ട്? നല്ല ഭംഗിയുള്ള ഷേപ്പിൽ വരുന്ന ഒരു മാലയാണ്. നല്ല കളറാണ്, ഒരു പേസ്റ്റൽ ഷെയ്ഡ് കളറാണ് കേട്ടോ. മോറോവർ സോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി. വട്ടക്കണ്ണി വേണമെങ്കിൽ വട്ടക്കണ്ണി ഇട്ട് തരും കേട്ടോ. ഭംഗിയില്ലേ? പിന്നെ അതിൻ്റെ തന്നെ മെറൂണും വരുന്നത് ഉണ്ട് കേട്ടോ. കണ്ടേ ഒരു സുഖമില്ല, എന്താണെന്നറിയില്ല, ഒരു ഉന്മേഷം പോലെ കേട്ടോ. അതിൽ പേസ്റ്റൽ ഷെയ്ഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇതിൽ മെറൂണുണ്ട് കേട്ടോ. ഇപ്പോൾ കല്യാണ സീസണാണല്ലോ, എല്ലാവർക്കും മാലകളും ഒക്കെ അത്യാവശ്യമായൊരു കാര്യമായിട്ട് മാറിയിട്ടാണ്. സോ വേണമെങ്കിൽ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സ്വർണത്തിൻ്റെ വിലയ്ക്ക് നമുക്കങ്ങനെ പ്രത്യേകിച്ച് കുറേ നമ്മളിപ്പോൾ മനസ്സിൽ പണ്ട് തൊട്ടേ നമ്മുടെ മകൾക്ക് ഇത്ര ലക്ഷത്തിന് സ്വർണ്ണം എടുക്കാം അല്ലെങ്കിൽ ഒരു അങ്ങനെ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നവർക്ക് ഇപ്പം എന്തായാലും ആ വിചാരിച്ച അത്ര ഗോൾഡ് ആ പൈസയ്ക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് ഇടണമെന്ന് ആഗ്രഹമുണ്ട്, ആ ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ ഗോൾഡ് ഇടാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ആൻറ്റീക്ക് ആയിക്കോട്ടെ അങ്ങനെയൊക്കെ ഇടാൻ ആഗ്രഹമുണ്ടോ, ഒന്ന് സെറ്റ് ചെയ്ത് തരാമോ എന്നൊക്കെ ചോദിക്കുന്ന കുറച്ച് പേരുണ്ട്. നമ്മളത് പ്രാക്ടിക്കലി ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല, കാരണം എത്രത്തോളം വർക്കൗട്ട് ആവും നമുക്കറിയില്ല. ചിലർ വന്ന് ചോദിക്കുമ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വിലയ്ക്ക് നമുക്ക് ഒന്നും തന്നെ അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്ന ആൾക്കാർ താലിയും താലിമാലയും വെഡ്ഡിങ് റിങ്ങും മാത്രമേ വാങ്ങിക്കുള്ളൂ. ഇന്നലെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നത്, ആൾ വെഡ്ഡിങ് റിങ്ങിന് വേണ്ടി, അതായത് ഒരു കട്ടിയുള്ള റിങ് വേണം. അപ്പോൾ വാങ്ങിച്ചു വരുമ്പോൾ നല്ല പണിക്കൂലിയും അല്ലാത്ത കൂലിയും ഒക്കെ വരുമ്പോൾ പൈസ ആവുമല്ലോ. അപ്പോൾ പ്ലേറ്റഡ് ഇത് ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പം അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ, നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഒതുങ്ങണില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ സമീപിക്കാം. അപ്പോൾ പറയാണ് ഒരു 10 അല്ലെങ്കിൽ 20,000 രൂപ ബഡ്ജറ്റിൽ വരുന്ന മാലകൾ, വളകൾ, കൊലുസുകൾ, താലിമാലകൾ. നമുക്കിപ്പോൾ എല്ലാവരെയും എല്ലാം ബോധിപ്പിക്കാൻ പറ്റില്ലല്ലോ. വരുന്നവരെ ബോധിപ്പിക്കാൻ വേണ്ടി കുറേ സ്വർണം വാങ്ങിച്ച് വീട്ടുകാരുടെ പൈസ ഒന്നും നശിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഈവൻ നമ്മുടെ സേവിങ്സ് ആണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ നോക്കി. ഈ കല്യാണത്തിന് വരുന്നവർ കല്യാണം കഴിയുമ്പോൾ ഈവൻ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ്. എല്ലാവരും സന്തോഷമായിട്ട് എടുക്കണമെന്നില്ല. പിന്നെ അന്നത്തെ ഒരു കൂത്തിനായിട്ട് കുറേ ലക്ഷങ്ങൾ ഇപ്പോൾ നമുക്ക് പൊടിക്കാൻ പറ്റില്ല. വേറെ കുറേ കാര്യങ്ങൾ ലക്ഷ്യമായിട്ട് വരുമ്പോൾ ഗോൾഡിൻ്റെ കാര്യത്തിൽ ഇപ്പം നമുക്കത് പറ്റാറില്ല. അപ്പം ഹിന്ദു ബ്രൈഡ് ആയിക്കോട്ടെ, മുസ്ലിം ബ്രൈഡ് ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ബ്രൈഡ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആൻറ്റീക്ക് വേണമെങ്കിൽ ആൻറ്റീക്കിൽ ചെയ്യാം. ഗോൾഡ് പ്ലേറ്റഡ് ആകുമ്പോൾ നിങ്ങൾക്കുള്ള ഗുണം, നിങ്ങൾക്ക് ലൈഫ് ലോങ് അത് യൂസ് ചെയ്യാം. ഒന്ന് കളർ ഫെയ്ഡായാൽ തന്നെ നിങ്ങൾക്കത് റീപ്ലേറ്റ് ചെയ്ത് ലൈഫ് ലോങ് യൂസ് ചെയ്യാം. അപ്പോൾ അത് ആർക്കും ഇപ്പോൾ നമ്മൾ പറയണ വരെ അത് ഗോൾഡാണ്. നമ്മൾ അല്ല എന്ന് പറയുന്ന നിമിഷം അത് ഗോൾഡ് അല്ലാതെ ആവുന്നത്. പിന്നെ പണയൊന്നും വെക്കാൻ പോകരുത്. ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പോൾ നിങ്ങളധികം ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട. ഒരു 10-20 രൂപ ബഡ്ജറ്റിൽ നല്ലൊരു 10-15 പവൻ തോന്നിക്കാൻ, 10-20 പവൻ തോന്നിക്കാനായിട്ട് ഉള്ള ഐറ്റംസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം നല്ല ലക്ഷറി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് നിങ്ങളുടെ ബഡ്ജറ്റ്. ഇപ്പം ഓരോരുത്തരും ബഡ്ജറ്റ് പറഞ്ഞിട്ടാണ് വരിക. ഇപ്പോൾ ഒരു കുട്ടി ഇപ്പം കല്യാണമായിരുന്നു, കൊലുസ് ഒരേ സാധനം തന്നെ, ഒരേ പാറ്റേൺ കൊലുസ് 2 ജോഡി വാങ്ങിച്ചു. അതായത് 2 പെയർ വാങ്ങിച്ചു. എന്തിനാന്ന് വെച്ചാൽ ഒന്ന് കളറ് പോകുമ്പോൾ മറ്റേത് ഇട്ടിട്ട് മറ്റേത് പ്ലേറ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് അതിന് വേണ്ടി വാങ്ങിച്ചു. അങ്ങനെ കുറേ എന്താ പറയുക, ബുദ്ധിപൂർവ്വം വാങ്ങിക്കുന്ന കുട്ടികളുണ്ടാക്കുക. അവരെയൊക്കെ സമ്മതിച്ചു കൂട്ടോ. കാരണം നമ്മൾ നമ്മുടെ അവസ്ഥ കണ്ട്, അല്ലെങ്കിൽ പാരൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഏർണിങ്സ് ഫുൾ തല്ലിപ്പൊട്ടിച്ചിട്ടൊന്നും കിട്ടാനില്ല. ഇന്നത്തെ കാലത്ത് സ്വർണം വാങ്ങിച്ച് അതൊരു ഏർണിങ് അല്ലെങ്കിൽ ഒരു സേവിങ്സ് ആണെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ കുറേ നാൾ മുമ്പ്, ഇപ്പം ഞാനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് സ്വർണത്തിന് പവന് 38,000 രൂപയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ വാങ്ങിച്ചത് ഇപ്പം എനിക്ക് കൊടുക്കുമ്പം ഡബിൾ ലാഭമാണ്. ഡബിളും ട്രിബിളും ലാഭം കിട്ടും. ഇന്നത്തെ കാലത്ത് നമ്മളിനി വാങ്ങിക്കുന്ന കാര്യം, കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ 1.31 ഇരുന്ന സമയത്ത് വാങ്ങിച്ചവരുടെ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. അപ്പം നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും ആഗ്രഹം ഉണ്ട്. പിന്നെ ഇപ്പം കല്യാണ സീസൺ ഇപ്പം വെരി സൂൺ അവസാനിക്കും. അത് കഴിയുമ്പോൾ നൊയിമ്പാണ്, അതിന് ശേഷമുണ്ട്. അപ്പം ആൻറ്റീക്ക് ആയിക്കോട്ടെ, പ്ലേറ്റഡ് ആയിക്കോട്ടെ, ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. വെഡ്ഡിങ് റിങ്സ് ഉണ്ട്. വെഡ്ഡിങ് റിങ്സിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് 15 ദിവസം മേക്കിംഗ് ടൈം തന്നെ വരുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഷിപ്പ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് താലിമാല വേണം, നല്ല 5 പവനൊക്കെ തോന്നിക്കുന്ന താലിമാല വേണം. അതീവൻ ആണുങ്ങൾ, ഇപ്പം നിങ്ങളുടെ ഗ്രൂമും അതിന് വില്ലിങ് ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് അതൊക്കെ ചെയ്യാം കേട്ടോ. ഗ്രൂം റെഡി ആയിരിക്കണം. പിന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പറ്റിച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലോ. ഗ്രൂം റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം വെഡ്ഡിങ് റിങ് നിങ്ങൾക്ക് ഡബിൾ ചെയ്യുന്നവരുണ്ട് കേട്ടോ. പറഞ്ഞാൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തമാശയായിട്ട് തോന്നും, പക്ഷെ അവർ ഭയങ്കര ആലോചിച്ച് ചെയ്യുന്നതാണ്. കുറച്ച് രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അത് മാറി മാറി ഉപയോഗിക്കാം എന്നുള്ള ഒരു തോട്ടിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കൊലുസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളെ സമീപിക്കാം. ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇതൊന്നും ഒരു കുറച്ചിലായിട്ട് കാണരുത്. നിങ്ങളതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ കാണാം. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സേഫ് ആക്കുകയാണ്. പണ്ട് കാലത്താണ് ഗോൾഡ് വാങ്ങിക്കുമ്പോൾ അതൊരു സേവിങ്സ്. ഇന്നത്തെ കാലത്ത് സേവിങ്സ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ 1.31 വാങ്ങിച്ച ആൾക്കാർക്ക് നഷ്ടമാണ്. 1.9 എത്തി ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര വലിയ സപ്പോർട്ട് ചെയ്യില്ല. പണ്ട് വാങ്ങിച്ചവരൊക്കെ മിടുക്കന്മാരായിരുന്നു എന്ന് ഞാൻ പറയും. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്, പാതുർബാന വരുന്നുണ്ട്, മക്കളെ നല്ല ഒരു AD സെറ്റൊക്കെ ഇട്ട് ഇറക്കണം എന്ന ആഗ്രഹം. പണ്ടൊക്കെ ഡയമണ്ട് ഒരു 70,000 രൂപ കൊടുത്ത് നല്ലൊരു നെക്ലസ് കിട്ടും അല്ലേ? അതൊന്നും പറ്റില്ല. ലോക്ക് ബാങ്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. അപ്പം സ്ക്രീനിലാണെന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇന്നത്തെ വീഡിയോ ഇങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.